കാത്തു കണ്ടോടി. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സെറിയേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞൊരു കാര്യം കയ്യോടെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ജസ്റ്റ് വണ്ടി ഒന്ന് കയറ്റി പാർക്ക് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വണ്ടി നമ്മൾ ഓഫ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ടീസ് ചെയ്താണ് നമ്മുടെ വണ്ടിയുടെ പുറകിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നത്. എന്താണ് സംഭവം നമ്മൾ പറഞ്ഞു തരാം. അതിന് മുമ്പുണ്ടല്ലോ, അമ്മേ കമോൺ ബാബാ, നമ്മൾ എന്നാ സാധനത്തിനെ മേടിച്ചെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. നമ്മൾ നമ്മുടെ പറമ്പിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളൊരു ഏർമാടം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ അതിൻ്റെ പണി ഒരു ഇച്ചിരി ഡിലേ ആയി വരുവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് മാഞ്ചസ്റ്ററൊക്കെ പോകേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ പണി ഒരു ഇച്ചിരി ഡിലേ ആയി വരുവാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ശോഭേ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാം. ശോഭേ, കടിക്കടി തന്നെ കടിക്കടി. പുള്ളിക്കാരി ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് നമ്മൾ ഫുള്ള് ലെവൽ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചാണോ അല്ലേ? നമ്മളിവിടെ ഫുള്ള് ക്ലിയർ ആക്കി ഒരു ഹിറ്റാച്ച് വിളിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു കുഞ്ഞ് ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറേ മരമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ. അതിനുശേഷം നമ്മൾ ഏറുമാടം പണിയുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് സാധനത്തിനാണ് മേടിച്ചതെന്ന് ഞാൻ പറയാം. അതിന് മുമ്പുണ്ടല്ലോ, താടി ഉള്ള ആൾക്കാർക്ക് താടിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ പാച്ചസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് താടിയിലെ പാച്ചസ് ഒക്കെ മാറിയിട്ട് നല്ല കട്ട താടി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോംബോ പാക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് മൂസ്റ്റാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ് എന്ന് പറയുന്ന ഫേസ് വാഷ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് മൂസ്റ്റാക്കിൻ്റെ ബിയർഡ് ഗ്രോത്ത് ഓയിലാണ് കേട്ടോ. മൂസ്റ്റാക്കിൻ്റെ ഈ ഒരു ബിയർഡ് ഗ്രോത്ത് ഓയിൽ ഉണ്ടല്ലോ, താടിയിൽ പാച്ചസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് താടിയിലെ പാച്ചസ് ഒക്കെ മാറ്റി നല്ല കട്ട താടി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പാരഫിൻ സൾഫേറ്റ് പോലുള്ള കെമിക്കൽസിന് പകരം ഉണ്ടല്ലോ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള കേദർവുഡ് ഓയിലും അതുപോലെ ജോജോബ ഓയിലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യും കേട്ടോ. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പുണ്ടല്ലോ മൂസ്റ്റാക്കിന്റെ ഈ ഒരു ബിയർഡ് ഗ്രോത്ത് ഓയിൽ എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ചെടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ നന്നായിട്ട് മസാജ് ചെയ്തതിനു ശേഷം നമ്മുടെ താടിയുടെ ഇടയ്ക്കൂടെ ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ താടിയിൽ പാച്ചസ് ഒക്കെ ഉള്ളിടത്ത് ഇതിനെ നന്നായിട്ട് തേച്ചിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഉണ്ടല്ലോ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മൂസ്റ്റാക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക കേട്ടോ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ താടിയിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഫീൽ ചെയ്യുവേ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകുക. അവിടെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റേറ്റിംഗും അതുപോലെ നല്ല ഡിസ്കൗണ്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബൈ നൗ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഇനി പേയ്മെന്റ് സെഷനാണ്. അപ്പോൾ നമ്മൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഒട്ടും ലേറ്റ് ആകേണ്ട, താല്പര്യമുള്ള ആൾക്കാർക്ക് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 5, 16, 17, 27, 28, 29, 30, 31, 32 ഒരു 16,000 രൂപ ക്യാഷ് ആയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു കോമ്പറ്റീഷൻ വെച്ചായിരുന്നു. അപ്പോൾ ആ കോമ്പറ്റീഷനകത്ത് വിന്നർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. ആ വിന്നർ ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം. വിന്നർ ആരാ? പപ്പയായിരുന്നു വിന്നർ. എന്നിട്ട് ഗിഫ്റ്റ് വായിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത് ഇഷ്ടമുള്ള കിളികളെ മേടിക്കും, എനിക്ക് ഇഷ്ടമുള്ള കിളികളെ എന്തായാലും മേടിക്കും. അതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമന്റ്. പപ്പയ്ക്ക് ഇഷ്ടമുള്ള കിളികളെ ഫുള്ള് മേടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പിലോട്ട് പോവാണ്. നമ്മുടെ വീഡിയോസിനകത്ത് താഴെ ഇപ്പോൾ കുറച്ച് കമന്റ്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഫിഷിംഗ് വീഡിയോസ് കുറവാണ്. നമ്മൾ ഫിഷിംഗ് വീഡിയോസ് കുറയ്ക്കാനായിട്ടുള്ള വേറെ റീസൺ ഉണ്ട്. ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ കടയിലോട്ട് പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇനി നേരെ ഉണ്ടല്ലോ പെറ്റ് ഷോപ്പിലോട്ട് പോവാണ്. നമ്മൾ കടയിൽ പോയി സാധനത്തിന് മേടിക്കാം എന്താണെങ്കിലും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കേട്ടോ, അതായത് നമ്മൾ കുറച്ച് ഫിഷിംഗ് വീഡിയോസ് കുറച്ചായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട എല്ലാ ടൈപ്പ് ഫിഷിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് ടൈപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മുടെ ചാനലിൽ പണ്ട് തൊട്ടേ വരുന്നൊരു കമന്റാണ്, ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്ത് ഫിഷിംഗ് ചെയ്യാവുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം, അരുണാചൽ പ്രദേശ്, മേഘാലയ ആ ഒരു സൈഡിൽ നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുറച്ച് മുമ്പ് എടുത്ത ഇൻട്രോയ്ക്കകത്ത് നിങ്ങൾ ഫോർച്യൂണർ കണ്ടായിരുന്നോ? ഇല്ലല്ലേ, ഫോർച്യൂണർ ആ വീഡിയോക്കകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രിപ്പ് പോകുന്നതെന്ന് നമ്മുടെ അടുത്ത വീഡിയോക്കകത്ത് നമ്മൾ പറയാം. നമ്മൾ ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് 3-ാം തീയതിയാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി നേരെ ഉണ്ടല്ലോ ഷാ ഗോൾഡൻ മനാഫിയേട്ടൻ്റെ കടയിലേക്കാണ് പോണേ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിത് മനാഫിയേട്ടൻ്റെ കടയിലെത്തി, ഷാ ഗോൾഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചാൽ ഈ കട എവിടെയാണ്? ഇത് നമ്മുടെ ഉണ്ടല്ലോ തലശ്ശേരി റെസ്റ്റോറന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. ചേട്ടന്റെ കടയിൽ കുറച്ച് പണി റെനോവേഷൻ വർക്ക് ഒക്കെ നടക്കുവാണ്. അവിടെ വെറൈറ്റി കിളികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിൽ ഏറ്റവും ആവശ്യമുള്ള കിളികളൊക്കെ അറിയാലോ അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇറങ്ങാം. എന്തൊക്കെ കിളികളാണ് വന്നിട്ടോ നോക്കാവേ. നമ്മളിന്ന് നേരത്തെ തന്നെ പോകുന്നു. രാവിലെ തന്നെ ക്ലീനെ മേടിക്കാൻ വേണ്ടി പോകുന്നത്. പപ്പ ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ ക്ലീനെ മേടിക്കുന്നത്. കടയുടെ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങളും അക്യൂറയൊക്കെ വൈകി അഴിച്ചിട്ടിരിക്കുകയാണ് അല്ലേ ഏട്ടാ? എത്ര ദിവസം എടുക്കും തീരാനായിട്ട്? നാളത്തെ കംപ്ലീറ്റ് ആകും അല്ലേ? ഓക്കെ, അപ്പോൾ വെറൈറ്റികളായിട്ടുള്ള കുറേ സാധനങ്ങളോട് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ 2 പേരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിളിക്കൂട്ടിൽ ഏറ്റവും കൂടുതൽ ബ്രീഡാകുന്നത്
ഫിഞ്ചസ് അല്ലേ? അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മുടെ കിളിക്കൂട്ടിൽ ഫിഞ്ചസ് ഒക്കെ ക്രോസ് ബ്രീഡ് ആവുന്നുണ്ട് തോന്നുന്നല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ആവുന്നുണ്ട് അല്ലെ? വെറൈറ്റിനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ രസമായിരിക്കുമല്ലോ. ഓ അടിപൊളി. ഇതെങ്ങനെയുണ്ട്? ഈ തടിയന്മാരെങ്ങനെയുണ്ട്? ആണോ? ഇതിന്റെ പേര് പെൻഗ്വിൻ ഫിഞ്ച് എന്നാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ പറഞ്ഞ ഡയറക്റ്റ് ഇമ്പോർട്ട് ആണെന്നാണ് പറഞ്ഞത്. പെൻഗ്വിൻ ഫിഞ്ച് ഒരു പേരെടുത്തു. നമ്മളുണ്ടല്ലോ എന്തൊക്കെ കിളികളെ മേടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ വണ്ടിക്കകത്ത് നമ്മുടെ കിളിക്കൂടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കിളിക്കൂടൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഓരോരുത്തന്മാരെ പിടിച്ച് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ഇത് പുറത്തുനിന്ന് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫിഞ്ചാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ പിടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവന്മാർ സാധാരണ ഫിഞ്ചിനെ പോലെ ഇല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുപോലെ കാലിൽ റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് കിളിയെ മേടിച്ചിട്ടുണ്ട്. ഇതുണ്ട്, അവൻ നമ്മുടെ കിളിക്കൂടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഫീമെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മെയിലിനെ കൂടെ പിടിക്കാം. അപ്പോൾ നമ്മൾ ഇവന്മാരെ രണ്ടെണ്ണത്തിന് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഔൾ ഫിഞ്ചിനെ മേടിച്ചാലോ? അല്ലേ? ചേട്ടാ ഈ ഔൾ ഫിഞ്ച് എടുക്കാം ചേട്ടാ. ഔൾ ഫിഞ്ച് എന്ന് പറയുമ്പോഴേക്കും ഉണ്ടല്ലോ അവൻ്റെ ഫേസ് കറക്റ്റ് മൂങ്ങയുടെ പോലെയാണ്. നമ്മുടെ കിളിക്കൂടിൽ ഒരു 4 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് കേട്ടോ, അവൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ? കൊള്ളാലോ. ഓക്കെ ഏട്ടാ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ഔൾ ഫിഞ്ചിനെ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പേരും കൂടെ മേടിക്കണം കേട്ടോ. കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് കാണിച്ചേട്ടാ അവൻ്റെ മുഖം കറക്റ്റായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇത് ഔൾ ഫിഞ്ച് എന്ന് അറിയപ്പെടുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ മുഖം കറക്റ്റ് മൂങ്ങനെ പോലെ ഇരിക്കുന്നത്. ഓക്കെ ഏട്ടാ. അപ്പോൾ നമ്മൾ അതിനെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ് നമ്മുടെ കിളിക്കൂട്ടിലോട്ട്. കിളിക്കൂട്ടിൽ യാതൊരു ശല്യമില്ലാത്ത സാധനമാണ് നമ്മുടെ കാട. അപ്പോൾ കാടയുടെയൊക്കെ ഇനത്തിൽ വരുന്ന ഒരു കിളിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്നായിരുന്നു ചേട്ടാ? ബോബ് വൈറ്റ് കുയിൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ചേട്ടൻ അതിന് ജസ്റ്റ് ഒരു പിടിച്ച് കാണിക്കും, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവന്മാർ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇവന്മാരുടെ വില എത്രയാടാ? 15,000 ഒരു പേരല്ലേ? ഓ ഇത് മെയിലാണല്ലേ? ചാടണ്ട. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മുഖമാണ് കേട്ടോ. അയ്യോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അല്ലേ? ഇത് ബ്രീഡിംഗ് പേരാണ് ഏട്ടാ. മുട്ട ഇടുന്നല്ലേ? ആണോ? ഓക്കെ. അപ്പം അവിടെ കുഴപ്പമില്ല കേട്ടോ. പുള്ളി എല്ലി ചാട്ടം ഇല്ലാതെ ഇരിപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇതിനെടുക്കാം ചേട്ടാ. ഇതിനെ മേടിച്ചേക്കാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ബേർഡ്സിന് ഇത്ര മേടിക്കുന്നുള്ളൂ ചേട്ടാ. നമ്മുടെ അടുത്ത് ബ്രീഡിംഗ് ബോക്സ് ഇരിപ്പുണ്ടോ? നമുക്ക് കോക്കറ്റെയിൽസിന് പറ്റിയ ബ്രീഡിംഗ് ബോക്സിന് എടുത്ത് തരണം ചേട്ടാ. ഫീമെയിലിനെ കൂടെ പിടിച്ച് കാണിക്കുവേ. ഫീമെയിലിന് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടോ, നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട പോലെയല്ല. ഇവൻ്റെ ഫേസിൽ കുറച്ച് ബ്രൗൺ കളർ കൂടുതലാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഓൾ സെറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവന്മാർ രണ്ടെണ്ണത്തിനെ മേടിച്ചിട്ടുണ്ട്. നമുക്കിനി അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ബ്രീഡിംഗ് ബോക്സ് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇവിടെ ബ്രീഡിംഗ് ബോക്സ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പണി കഴിയുമ്പോൾ എല്ലാത്തിനും അങ്ങോട്ട് മാറണമല്ലേ ഏട്ടാ? ചെറുതൊരു ഇത് എത്ര വേണം? ഒരു 10 എടുത്ത് കേട്ടോ. നമ്മൾ ഈ ഒരു പോലത്തെ ബ്രീഡിംഗ് ബോക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ജാവയ്ക്കൊക്കെ ബെസ്റ്റാണ്. ഞാൻ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, അപ്പോൾ ഇതുപോലത്തെ ഒരു 10 നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേടിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ മറ്റേ വെള്ളം കുടിക്കുന്ന സാധനമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ സാധനം. ഇതാകുമ്പോഴേക്കും നമുക്കാണെങ്കിൽ നമ്മുടെ കിളി ഇത് പറയാം 4 5 മേടിച്ചിട്ടുണ്ട്. 5 മേടിച്ചു. ഓക്കെ. ഇതെങ്ങനെയായിട്ട് തൂക്കിയിടുവാണ്? ഓ ഇതിലോട്ട് വെച്ചിട്ട് നേരെ ക്ലിപ്പ് ചെയ്ത് വെക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയെ കയറിയാലോ? എന്നാ പറയാനാ, ഫോർച്യൂണർ ഇന്നില്ല, ഇവിടെ കയറും. ഓ ഇത് കറക്റ്റാണ് കേട്ടോ. ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. അതിൽ ഒരു രീതിയിൽ നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. ബ്രീഡിംഗ് ബോക്സ് തൽക്കാലം നമുക്ക് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. 2 എണ്ണം കൂടെ ഉള്ളൂ. നമ്മുടെ വണ്ടി ഒരു ചെറിയൊരു പെറ്റ് ഷോപ്പ് പോലെ ആയി കേട്ടോ. അപ്പോൾ നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. എന്താണെങ്കിലും പ്രൈസ് നമ്മൾ പറയുന്നില്ല. പ്രൈസ് എന്താണെങ്കിലും വീഡിയോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേക്കാം. കാര്യം മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും പ്രൈസ് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി വീട്ടിലാണ് ചേട്ടാ പോയിക്കോണേ. താങ്ക്സ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ വണ്ടിക്കാകെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് നിറച്ചും ഇത് കണ്ടോ, പുറകിൽ നിറച്ചും ബ്രീഡിംഗ് ബോക്സും അതിന്റെ പുറകിൽ കിളികളുമാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുക. ഇവരെ എല്ലാവരെയും നമ്മുടെ ഏവിയറിക്കകത്തേക്ക് അഴിച്ചു വിടുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ ദിവസം പപ്പയാണല്ലോ വിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പപ്പയുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പേര് കറക്റ്റായിട്ട് പറയണം. പേര് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള സാധനത്തിന് നെക്സ്റ്റ് മേടിച്ചു തരും. ഇതെന്നാ? അതുപോലെ ഇതോ? മൂങ്ങാ ഫിഞ്ച്. ഓക്കെ. എന്നാണെങ്കിലും അതുപോലെ നമ്മളുണ്ടല്ലോ കുറേ ബ്രീഡിംഗ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ജാവയ്ക്കൊക്കെ ഇനി അടുത്ത സെറ്റ് ഓടി നടന്ന് മുട്ടയിടാൻ പാകത്തിനുള്ള ഇഷ്ടം പോലെ കൂട് 10 കൂട് മേടിച്ചിട്ടുണ്ട്. 10 8 കൂട് ഇല്ല. അതിൻ്റെ വാലിന് നീളം വെക്കുന്ന. അതുപോലെ തന്നെ ഇത് നോർമൽ ഫിഞ്ചാന്ന് പറഞ്ഞില്ലേ, ഈ നടുക്കിരിക്കുന്ന ഫിഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര വിലയെന്നറിയോ? വില എത്രയാണെന്ന് ഞാൻ കിളിക്കൂടി ചെന്നിട്ട് പറയാം പിടിച്ചു. അതുപോലെ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ബാക്കി എടുക്കുന്നില്ല കേട്ടോ. ബ്രീഡിംഗ് ബോക്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവന്മാരെ കൊണ്ട് കിളിക്കൂട്ടിൽ അഴിച്ചു വിടാം. തൽക്കാലം ഉണ്ടല്ലോ നമ്മുടെ കിളികളെല്ലാം ഇവിടെ ഇരിക്കട്ടെ. കയറി വന്നപ്പോൾ തന്നെ മമ്മിയുടെ തോളയിൽ ഒരാൾ വന്നിരിപ്പുണ്ട്. കോക്കു എല്ലാവരോടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. കോക്കു അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കോക്കു നമ്മുടെ കിളിക്കൂട്ടിൽ ആര് കയറിയാലും അവരുടെ ദേഹത്താണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ആദ്യമേ നമ്മുടെ കോഴിക്കാർപ്പിനൊന്ന് തീറ്റ കൊടുക്കട്ടെ. നമ്മൾ തീറ്റ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. പക്ഷേ കുറേ നാളായി തീറ്റ കൊടുക്കുന്ന കാണിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പൊക്കെ വളർന്നു എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. റെഡി? ഇത് കണ്ടോ, എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് പിടിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിപ്പോൾ കിളിയെ പിടിക്കാൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ.
നമ്മുടെ കോഴിക്കാർപ്പൊക്കെ വളരുന്നുണ്ട്. എന്നാൽ വലിയ കണ്ടമാനം വളരുന്നൊന്നുമില്ല. എന്നാലും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഓറഞ്ചൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി നമ്മുടെ കിളികളെ അഴിച്ചു വിടാം. അയ്യോ, കോക്കു ചേച്ചിനെ കടിക്കുന്നോ? ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് ഏകദേശം ഒരു 15 വർഷം മുമ്പ് വേളാങ്കണ്ണിക്ക് പോകുമ്പോഴേക്കും, വേളാങ്കണ്ണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പോഴേക്കും അവിടുന്ന് കിട്ടിയ ഒരു കുരുവാണ്. ആ കുരു കൊണ്ടുവന്ന് കിളിപ്പിച്ചാണ് കേട്ടോ. പക്ഷേ നമ്മൾ കുഞ്ഞ് ചട്ടിക്കകത്തായിരുന്നു വെച്ചായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് അധികം വളർന്നില്ല. ഇതിപ്പോൾ വളർന്ന് ഈ ഒരു പരുവായി കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചത് നമ്മുടെ മുയൽ എന്ത് ചെയ്യുന്നു? മുയൽ ഇവിടെ ഉണ്ട് കേട്ടോ. അവന്മാർ ഭയങ്കര ഓട്ടമാണ്. ഈ കാണുന്ന തുളയ്ക്കകത്തിൽ ഉണ്ടാക്കിയത് ഇവിടെ ഇത്രയും ഭാഗത്ത് വലിയൊരു തുളയാണ്. ഇതിനകത്താണ് ഫുൾ ടൈം ഇരിപ്പ്. കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ, നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് അധികം വരുന്നില്ല കേട്ടോ. രാവിലെ വെളുപ്പിന് സമയമായതുകൊണ്ട് ഇതുണ്ടോ, എല്ലാവരും നമ്മുടെ ഈ ഒരു മരത്തെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, എല്ലാവരും ഇരിപ്പുണ്ട്. ഓക്കെ, ബാ, ഇനി നമുക്ക് കിളീനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരാൾ പപ്പേനെ നോക്കി ഇരിപ്പുണ്ട്. പപ്പേ, അവളെന്ന് അഴിച്ച് അടുത്തപ്പേ. ബാ ബാ, ആരുടെ ദേഹത്ത് ഒരു നോക്കാം. വേണ്ട വേണ്ട വേണ്ട. എടാ എടി, എൻ്റെ ദേഹത്തൊന്നും ആടി. എടി ഒന്ന് വന്നേടി, ഒന്ന് വന്നേ. അവിടെ ഇരുന്നോ കേട്ടോ, അവിടെ ഇരുന്നോ കേട്ടോ. മസാജൊക്കെ കിട്ടി അവിടെ ഇരുന്നോ കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അവളെ കൂടെ കൊണ്ട് കാണിക്കാം പുതിയ കിളികളെ. ബാ, നിങ്ങൾക്ക് സംഭവം എന്ന് മനസ്സിലായോ? ഇതൊരു ടൈപ്പ് കാടയാണ്, ഇച്ചിരി കൂടിയ കാട. ആ, ഒരു പേരിന് നന്നായിട്ട് പറക്കും. ഞാൻ കാണിച്ചു തരാം. കനമുണ്ട്. ഇത് കണ്ടോണേ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പറക്കല്ലേ. അയ്യോ, എൻ്റെ അമ്മേ ദൈവമേ, ഇത് നമ്മുടെ കോഴി പറക്കുന്ന പോലൊന്നുമല്ല കേട്ടോ. ഭയങ്കര പറക്കല. അതാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ കിളിക്കൂടിൻ്റെ ഏറ്റവും മേളിൽ കയറി ഇരിക്കുവാണ്. ഞാൻ പിടിച്ചത് ഏതാ, പെണ്ണാണോ ആണാണോ? ഞാൻ പിടിച്ചോണ്ടല്ലോ, പെണ്ണിനെയാണ് പിടിച്ചത്. അതെ, അവളെന്നെ പറക്കലാ പറഞ്ഞത്. എനിക്കാണെങ്കിൽ കാത്തുനിന്ന് കാണിക്കാൻ, ഇവരെ പോലും ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റില്ല. മമ്മി ചോദിച്ചോളൂ അവൾ പറക്കില്ലെന്ന്. ഒരു കാര്യം ചെയ്തതിനെ 2 കൈ കൊണ്ട് പിടിക്കാവേ. ഓക്കെ, ഇത് സേഫാണ് കേട്ടോ, ഒരു രീതിയിലും പോകത്തില്ല. അപ്പം ഞാൻ ഇത് കണ്ടോ, നോക്കിയേ, നല്ല രസമില്ലേ മുഖമൊക്കെ കാണാനായിട്ട്? ഇത് ചെറുക്കൻ. കറക്റ്റ് കേട്ടോ, നല്ല പരുന്തിൻ്റെ മുഖം പോലെയാണ്. അതായത് എനിക്ക് നമ്മുടെ കാടയുടെ മുഖം ഏകദേശം ഇതുപോലെയാണ്, പക്ഷെ കുറച്ചും കൂടെ ക്യൂട്ടാ അല്ലേ? ഇത് കുറച്ചും കൂടെ ഇവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പരുന്തിൻ്റെ മുഖമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കാത്തുനെ കാണിക്കാം. ഇത് കണ്ടോ, കാത്തു ഇത് കണ്ടോടി, ഇത് കണ്ടോടി. അയ്യോ, പറന്നുപോയി. ഒരു രീതിയിലും നമുക്ക് പിടിക്കാൻ പോലും കാണിക്കാൻ പോലും പറ്റിയില്ല. പക്ഷെ അവളെയാണ് കാണിക്കാൻ പറ്റുന്നത്. മറ്റൊന്ന് അടിപൊളിയായിട്ട് പറന്നുപോയി കേട്ടോ. ഇതിനെ ഇണക്കാണ്ട് ഇത് വലുതാണ്. നമുക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും കയ്യിൽ തീറ്റ കൊടുത്ത് വേണമെങ്കിൽ ഇണക്കി എടുക്കാനേ ഉള്ളൂ. അല്ലാതെ മുട്ടയിടുന്ന പിന്നെ അത് നമുക്കൊരു വലിയൊരു കുഞ്ഞു കൂടുതൽ ഉണ്ടാക്കി വെക്കണം, ഇവർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലേ? അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. സൈഡ് വല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ചെയ്യാവേ, താഴെ വെച്ചാൽ മതി അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇനി നെക്സ്റ്റ് ആൾക്കാരെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഫിഞ്ചസ് ആണ്. ഇത് പേര് പെൻഗ്വിൻ ഫിഞ്ച് എന്നും ഔൾ ഫിഞ്ച് നമ്മുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അടച്ചോ. നമ്മുടെ ഫസ്റ്റ് ഔൾ ഫിഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കോ, പെർഫെക്റ്റ്. ഇതുണ്ടല്ലോ നമ്മുടെ ഔൾ ഫിഞ്ചിൻ്റെ പെയറാണ്. കണ്ടോ, നല്ല രസമില്ലേ? കഴുത്തിന് പറ്റിയ ഒരു റിംഗ് ഒക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഓക്കോ. എവിടുന്ന് അതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. പുള്ളി നേരെ പോയിട്ട് ആ മരത്തിലോട്ട് ഇരുന്നിട്ടുണ്ട്. ഉമ്മാരുടെ കാലയിലെ റിംഗ് ഒക്കെ ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവരെ പിടിക്കാൻ പിന്നെ അത്രയും പാടില്ല. ഉമ്മാരുടെ കരച്ചിൽ നല്ല സൗണ്ടാണ് കേട്ടോ, ഒരു മച്ചോർഡായിട്ടുള്ള കിളിയുടെ സൗണ്ട് പോലത്തെ സൗണ്ടാണ്. പോയെ പെട്ടെന്ന് കിട്ടി. പക്ഷെ ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് പിടിക്കുന്നത്. എന്താ ഇതുണ്ടോ, ഇവൻ്റെ 2 കാലയിലെ റിംഗ് ഉണ്ട്. ഇതുണ്ടോ, 2 കാലയിലെ റിംഗ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് പെൻഗ്വിൻ ഫിഞ്ച്. ഇതിൻ്റെ വില, അയ്യോ, പുള്ളി കറക്റ്റ് പറന്ന് പോയിട്ടുണ്ട്. കറക്റ്റായിട്ടൊരു മരത്തെ പോയിരിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയുമ്പോഴേക്കും ഒരു പെയറിന് 15,000 രൂപ. നമ്മുടെ പാരഡൈസ് അത്രയും വിലയുള്ള കിളിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നമ്മളുണ്ടല്ലോ കാത്തു നോക്കുവാണ്, ഇത് എന്നാ സംഭവം ആണ്ടേ. കാത്തു നോക്കൂ, ഇത് എന്നാ സംഭവം. കാത്തുനെ കാണിച്ചു തരാം. കാത്തു, ഓക്കെ, ഞാൻ ഉണ്ടല്ലോ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്. കാത്തുനെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാവേ. വേണ്ട പറന്നു പോയി കാത്തു. ഇത് കണ്ടോണേ, ഇത് കണ്ടോടി. ആഹാ, കാത്തും കോക്കും ഭയങ്കര കൂട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വെറൈറ്റി ഫിഞ്ചസിനെ മേടിച്ചതിനകത്ത് അഴിച്ചു വിടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ബ്രീഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ ബ്രീഡ് ആവട്ടെ. അപ്പോൾ അത് നമുക്കനുസരിച്ച് വെറൈറ്റി കിളികളൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഫിഞ്ചസിനെ മേടിച്ചല്ലോ, ബ്രീഡിംഗ് ബോക്സ് മേടിച്ചല്ലോ. ഇപ്പോൾ വേറെ എന്തെങ്കിലും വേണോ ഇനി? തൽക്കാലം ഇനി കുറച്ചുണ്ടല്ലോ കാടനെ വേണമെന്ന് പപ്പ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കാടനെ നമുക്ക് മേടിക്കണം. കാടനെ ഇന്ന് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ പുറകെ വരുന്നതാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ വരുന്ന 3-ാം തീയതി നമ്മുടെ നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ, അരുണാചൽ പ്രദേശ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ഫോർച്യൂണർ എവിടെ എന്നുള്ള കാര്യം നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി സെവൻ സിറേ, വിനോദൻ, മമ്മി, പപ്പ, ചേച്ചി, കാത്തു കാത്തു. അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ലക്ഷദ്വീപിലെ നമ്മുടെ വ്ളോഗിനെ കുറിച്ച്, അതായത് നമ്മുടെ ആ ഒരു ട്രിപ്പിനെ കുറിച്ച് മനോരമ ട്രാവലറിൽ ഇന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇതുണ്ടാവും നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വായിച്ചിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൊച്ചിയിൽ എത്തിയപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ബ്രീസിൻ്റെ ഒരു കട്ട ഫോളോവറെ കിട്ടി. പറഞ്ഞോ, പേരെന്താ? ശരിക്കും പുള്ളി ഒറീസ എന്നുള്ളതാണ്. എല്ലാ വീഡിയോയും കണ്ടിപ്പം മലയാളമൊക്കെ പഠിച്ചു. എന്താണ് സെബിനോട് പറയാനുള്ളത്? വെരി ഗുഡ്, വെരി സൂപ്പർ വീഡിയോ ആണ് സാർ. ഞാൻ എപ്പോഴും നിങ്ങൾ എല്ലാ എപ്പിസോഡ് കാണാറുണ്ട്. മലയാളം ശരിക്കും എങ്ങനെയാ പഠിച്ചത്? ഞാൻ ഇവിടെ ഈ നിങ്ങളെപ്പോലെ തന്നെ ഒരാൾക്കാരോട് സംസാരിക്കുന്ന വീഡിയോ എല്ലാം കണ്ടിട്ട് നിങ്ങളെ കേട്ട് ഞങ്ങളെ ആണ് കൂട്ടുകാരൻ പുറത്ത് പോയിരുന്നോ? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാലും മറക്കേണ്ട മൂസ്റ്റാക്കിൻ്റെ ഈ ഒരു ബിയർഡ് ഗ്രോത്ത് ഓയിലും ഓഷ്യൻ ഫേസ് വാഷും വരുന്ന കോംബോ പാക്ക് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിച്ച് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ കാണിച്ചായിരുന്നു ഈ ഒരു ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങൾ. അവന്മാർ പെട്ടെന്ന് വലുതായി കേട്ടോ. ഇപ്പോൾ നല്ല വെള്ള തൂവലൊക്കെ വന്നിട്ടുണ്ട്.